ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ബീഫ് വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 1/2 കിലോ ബീഫാണ് കേട്ടോ. ബീഫ് ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 5-6 വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ പകുതിയോളം വരുന്ന ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ ഒരു 2 കറിവേപ്പിലയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതെല്ലാം ചേർത്ത് കുക്കറിലോട്ട് എടുത്തു കേട്ടോ. കുക്കറിലേക്ക് ഞാൻ ബീഫും അതേപോലെ തന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിലയും ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലോട്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ബീഫ് വേവിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് താനേ വെള്ളം ഇറങ്ങി വരും. പിന്നെ ഇവയെല്ലാം ചേർത്ത് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് ഇട്ട് കൊടുത്തു. അങ്ങനെ ബീഫ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റത്തെ വിസിൽ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ബാക്കി ഒരു 5-6 വിസിലൊക്കെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ബീഫ് വേവിച്ചാൽ മതി. പല ബീഫിനും പല വേവായിരിക്കും കേട്ടോ. അതനുസരിച്ച് വിസിലിനും വ്യത്യാസം വരും. പിന്നെ ഒരു അരപ്പാണ് കേട്ടോ നമുക്ക് ഇതിലോട്ട് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, ഒരു 5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ വെളുത്തുള്ളിയുടെ പകുതിയോളം ഇഞ്ചി, ഇവയെല്ലാം ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയതിന് ശേഷം ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് ക്രഷാക്കി എടുക്കുക. ഫൈൻ പേസ്റ്റ് ഒന്നും ആക്കണ്ട, ഇതേപോലെ ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. പിന്നെ ബീഫ് വരട്ടുവാൻ വേണ്ടിയിട്ട് നമുക്കൊരു വലിയ അടികട്ടിയുള്ള പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. ഈ പാനിലോട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അങ്ങനെ ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഞാൻ ഈ അരച്ചു വെച്ച അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം ആക്കി ഇടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകട്ടോ. എന്നിട്ടിതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നേരത്തെ തന്നെ വേവിച്ച് വെച്ച ബീഫ് ഈ ഒരു അരപ്പിലോട്ട്, അതായത് ഈ ഒരു മൂപ്പിച്ച് വെച്ച അരപ്പിലോട്ട് നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ബീഫും ഈ അരപ്പും തമ്മിൽ നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത് ഏകദേശം 1 ടീസ്പൂണോളം കുരുമുളകാണ് കേട്ടോ. കുരുമുളക് ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ബീഫിൻ്റെ ഒപ്പം കുരുമുളക് ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് കുരുമുളക് ഇട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ സമയം എടുത്ത് തന്നെ ബീഫ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കുക. വെള്ളം വറ്റിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ എൻ്റെ ബീഫ് ഇവിടെ നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ബീഫ് നന്നായിട്ട് ഡ്രൈ ആയെന്ന് മനസ്സിലാവുക. ഇപ്പോൾ ബീഫ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായി. ഈ ഒരു ബീഫ് വരട്ടിയതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ബീഫ് വരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏകദേശം 1 മാസം വരെ ഫ്രീസറിൽ നമുക്ക് ഇത് എടുത്തു വെച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ബീഫ് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഫ്രീസറിൽ നിന്ന് 1 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഏകദേശം 1 മാസം വരെ ഇത് കേടുകൂടാതെ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ഇത് സിമ്പിളാണ്, അധികം കോംപ്ലിക്കേറ്റഡ് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാവുന്നതുമാണ്, എപ്പോഴും നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. സിമ്പിൾ റെസിപ്പിയാണ്, ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. താങ്ക് യു.